ಇಂದು ಸುಬೈಗೆ 4 ಗಂಟೆಗೆ ನಾನು ಔತ್ರೆ ಬರ್ತಾ ಇದ್ದೆ. അപ്പം ചാർമാടി ചെല്ലുടെ പക്കത്തിൽ സുബൈ നിസ്കാരത്തുക്ക് ഞാൻ അവിടെ ജമാഅത്തുക്ക് കൂടിയ ജമാഅത്തെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് കാറിൽ വെച്ചിട്ട് ആകുമ്പോഴത്തേക്കു ഞാൻ സാധാരണ എൻ്റെ ഫോൺ ഓണാക്കിടെ 7 ഗಂಟೆയിൽ പിന്നെ സൂര്യ ഉദിച്ചൽ പിന്നെ ആയിട്ടിക്കിട് അവിടുത്തോളം ഫോൺ ഓണാക്കില്ല. അപ്പോഴായിട്ടിക്കിട് ഒരു ഫോൺ അവിടെ ബണ്ടത് ഫോൺ ചെന്ന് നട്ട് ഓണാക്കില്ല. അപ്പോൾ ഫോൺ ಬಂತು ബഹുമാനപ്പെട്ട മസൂദ് സൈദി ഉസ്താദ് വഫാത്തായിട്ടുണ്ട്. പിന്നെ ഞാൻ വാട്സപ്പ് ഒന്ന് തുറന്നു നോക്കുമ്പോൾ എല്ലാ ഭാഗത്തിലും എല്ലാ സ്റ്റാറ്റസിലും ഉള്ളത് ആ മഹാനവറുടെ വഅദും വഫാത്തിൻ്റെ വിഷയമായിട്ട്. അതോടുകൂടെ ഞാൻ വലിയ തളർന്നു പോയിട്ട്. കാരണം എന്തെന്ന് എനിക്ക് നക്ക് 50 വർഷം, അയാൾക്ക് 42 വർഷം. വലിയ ഒരു ബർക്കത്തിൽ ജീവിച്ച ആളായിട്ടിക്കിട് ആ ഒരു ഭാഗ്യം നമുക്ക് കിട്ടിയില്ലല്ലേ എന്നുള്ള ഒരു ചിന്തയായിട്ടിക്കിട് എൻ്റെ കൽബുക്ക് പോയത്. ചെറിയ ഒരു ആയുസ്സിൽ ചെമ്മ സമ്പാദിച്ച് വഫാത്തായ ആളായിട്ടിക്കിട് ബഹുമാനപ്പെട്ട മസൂദ് സഖാഫി ഉസ്താദ് നിരന്തരമായി ആയിരക്കണക്കിൽ ആൽമാർക്ക് പ്രഭാഷണം നടത്തിയിട്ട് ആയിരക്കണക്കിൽ ആൽമാരെ കൽബുക്ക് അള്ളാഹുവിടെ ഹിദായത്തും ഖുർആനുടെ വെളിച്ചമിട്ട് കൊടുത്ത ഒരു ആള്. ഇന്നലെ ഇതേ ടൈമുള്ളൂ അയാൾ സ്റ്റേജിൽ പ്രഭാഷണം നടത്തിക്കൊണ്ടിരുന്നത്. ഇണ്ട് ഇതേ ടൈമാകുമ്പോൾ അയാളുള്ളത് ഖബറിലായിട്ടിക്കിട്. ഇതായിട്ടിക്കിട് മനുഷ്യരുടെ ജീവിതം. വയല് ചെമ്മ കേട്ടത് കൊണ്ടൊന്നും കാര്യമില്ല. ഇങ്ങനത്തെ കാര്യക്രമം വരുമ്പോൾ സ്വന്തം ദച്ചിട്ട് നാണ് ആലോചനാക്കണു. നക്കിത്തര വർഷമായിട്ട് നന്റെ ജീവിതത്തിൽ ഞാൻ എന്തിനെ സമ്പാദിച്ചിരു. മഹാനായ ഗസാലി ഇമാം തങ്ങള് ചെറിയ വയസ്സിൽ വഫാത്തായ ആളായിട്ടിക്കിട്. പക്ഷേ ആ ചെറിയ വയസ്സിൽ വഫാത്തായെങ്കിലും അങ്ങ് അള്ളറമുട്ട വലിയ ഒരു അതിഥിയായിട്ടിക്കിട്. കാരണം എന്തേ, എത്രമാ വർഷ സമ്പാദിക്കട ഇബാദത്ത് നൽപ്രവർത്തന ജീവിതത്തിൽ കരസ്ഥമാക്കിയിട്ട് ആ ചെറിയ വയസ്സിൽ വഫാത്തായങ്ങ. നാനൊരു 100 വർഷ 80 വർഷ 8 അല്ലെങ്കിൽ 70 വർഷം ചെയ്യിച്ചിട്ട് മറിച്ചിട്ടുണ്ട്. അല്ലാണ്ട് നന്റെ സ്റ്റാറ്റസ് നോക്കുക ആളില്ലേ, നന്റെ ഫോട്ടോ നോക്കുക ആളില്ലേ, നാണ് മറിച്ചെങ്കിൽ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ചൊല്ലുക ആളില്ലേ. ഇങ്ങനത്തെ ഒരു മരണാവുക തീരാ. ഞങ്ങളെ മരണ മസൂദ് സഖാഫി മരിച്ചപ്പോ സുബ്ഹാനല്ലാഹ് ലോകമാകെ മുഅ്മിനീങ്ങൾ എത്ര ആൽമാരെ ഫോണിൽ ഇണ്ടും അയാളെ വാള് ബാക്കി. അയാള് പോയ അവ ഇണ്ടും കണ്ടോണ്ടുണ്ടു. അയാള് സഞ്ചരിച്ച കാറിന്റെ ഫോട്ടോ വന്നോണ്ടുണ്ടു. അയാള് പ്രസംഗിച്ച എത്രമാ സ്റ്റേജ് ഞങ്ങളെ സ്റ്റാറ്റസിൽ കണ്ടോണ്ടുണ്ടു. പക്ഷേ മസൂദ് സഖാഫി ഞങ്ങളെ കൂടെ ഇല്ല. അല്ലാഹു അയാളുടെ ദറജ ഏറ്റി കൊടുക്കട്ടെ. അയാൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് മർഹമത്ത് ചൊരിച്ചു കൊടുക്കട്ടെ. കാഴ്ചയിൽ വല്ല മനസ്സിക്ക് സങ്കടമുണ്ട്, ദുഃഖമുണ്ട്. ഇനി നങ്ങ അയാളെ വാള് കേൾക്കോകില്ലല്ലേ, ഇനി അയാളെ മുഖം നങ്ങ കാണോകില്ലല്ലേ, ഇനി നങ്ങ അയാളെ പളക്ക കേൾക്കോകില്ലല്ലേ. എങ്കിലും അയാള് അള്ളറ മുട്ട വല്ല ഒരു സമ്പാദിച്ച് അത്ര പോയാളായിട്ട് കിടി. മുഅ്മിനീങ്ങൾ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഒന്നുവരും കാണും. ഫയാ അയ്യുഹന്നാസ് ലിയൗമി റഹീലി അറാകാനിൽ മൗതിൽ മുഫർരിഖി ലാഹിയാ വലം യഖ്റുജു ഇല്ലാ ബികുതുൻ വഖിർഖതി വമാ മറൂ മിമ്മൻ ദില്ലിൽ ഖാലിയാ وأنت غدا أو بعده في جبالهم فريدا وهيدا في المقابر ثابيا. മുഅ്മിനീങ്ങളെ,
ഞങ്ങൾക്ക് വലിയ പാഠമല്ലേ ആ മഹാന് ഞങ്ങളെ വിട്ടുപോയത്, പസ്വയുടെ പോകുമ്പോ കൊണ്ടുപോയത്. വലം യഖ്റുജൂ ഇല്ലാ ബികുത്നിൻ മഖ്റഖതി, തെല്ല തുണി കഷ്ടവും പരത്തിയല്ലാണ്ട് വേറെ എന്തും അയാൾ കൊണ്ടുപോയില്ലല്ലേ. പക്ഷേ അയാൾ സഞ്ചരിച്ച കാർ ഇവിടെ ഉണ്ടോ? അയാളെ അനുയായിങ്ങ ഇവിടെ ഉണ്ടോ? അയാൾ ദച്ചാവ ഇവിടെ ഉണ്ടോ? അയാള് സംസാരിച്ച സ്റ്റേജ് ഉണ്ടോ? സുബ്ഹാനല്ലാഹ്, ഇന്നും അയാളെ വഅലിന് വേണ്ടി ക്ഷണിച്ചങ്ങ ഉണ്ടോ? അയാളെ നോട്ടീസിൽ പേരുണ്ടോ? എന്ത് ബലം അല്ലാഹ്. അതുകൊണ്ട് നീനും ജാഗ്രതയാക്കണം. വഅന്ത ഗദം ഫീ ബഅദഹു ഫീ ജിവാരിഹിം, മോനെ ഇണ്ട് 4 മണിക്കൂർ മാത്രമായിട്ട് ഇവിടെ വ്യത്യസ്ത ഉള്ളത്. നീനും അതേപോലെ ഒരു യാത്ര പോകുണ്ടോ? അല്ലാഹു ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ ഞങ്ങളെല്ലാവരും ആലോചനാക്കണം. മരിക്കൂ കാരണ വേണ്ട, സീക്ക് വേണ്ട. സുബ്ഹാനല്ലാഹ്, വയസ്സാവണുണ്ടില്ല, അല്ലാ പ്രായമാവണ്ടില്ല. മുഅ്മിനീങ്ങളെ എവിടുത്തോളം ചെന്നെങ്കിൽ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ചെന്നില്ലേ? അല്ലാ നക്ക് റൂഹ് പിടിക്കിട സ്വറ നക്ക് വേണ്ട. കാരണം എന്തിരേ? നാണ് മനുഷ്യരെ റൂഹ് പിടിക്കുമ്പോ അത് വല്ലാത്ത നൊമ്പലയിക്കും, വല്ലാത്ത വേദനയിക്കും. അങ്ങനെ ഒരു ബേജാറ്, അങ്ങനെ ഒരു സാപ്പ അത് നക്ക് തട്ടുവല്ലേ. അതുകൊണ്ട് അല്ലാ നക്ക് റൂഹ് പിടിക്കോകുള്ള ഒരു സ്വറ വേണ്ടാണ്ട് അസ്റായീൽ അല്ലാഹുട്ടതാ ബോധ്യപ്പെടുത്തുമ്പോ അല്ല ചെല്ലത് കണ്ടില്ലേ? അസ്റായീലേ, നിങ്ങളട്ട നാ ചെന്ന സ്വറ നിങ്ങ ആക്കണോ? പക്ഷേ റൂഹ് നിങ്ങ പിടിക്കിടെങ്കിലും നിങ്ങളെ നെനപ്പവർക്ക് അപ്പയില്ല. അതിക്ക് ചില കാരണം നാൻ ഉണ്ടാക്കി കൊടുത്തരേ. അതല്ലേ മുഅ്മിനീങ്ങളെ, ഇണ്ട് ഞങ്ങളെ കൂട്ടത്തിൽ ഒരാള് മരിച്ചപ്പോ അസ്റായീൽ റൂഹ് പിടിച്ചിട്ടാറും ചെല്ലില്ലേ. അയാള് പനി പഞ്ഞിട്ട് മറിച്ചിട്ട്, അയാള് ഹാർട്ട് അറ്റാക്ക് ആയി മറിച്ചിട്ട്, അയാള് ക്യാൻസർ ആയിട്ട് മറിച്ചിട്ട്, അയാള് തല തിരിഞ്ഞിട്ട് മറിച്ചിട്ട്. ഈ നിലക്കുള്ള മരണം അല്ലാഹു ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ.